പോവേണ്ട വണ്ടി നേരത്തെ എടുത്തോണ്ട് പോയോ? നേരത്തെ വണ്ടി എടുത്തോണ്ട് പോയ കണ്ടക്ടർക്കും ഡ്രൈവർക്കും എന്റെ വായിൽ നിന്നും പുള്ളിച്ച സ്തുതി. വണ്ടി എടുത്തോണ്ട് പോയിരിക്കുന്നു. ഹലോ അയ്യാ, ഇന്നും പഴയതുപോലെ പരിപാടി നടത്തിയില്ലേ? മിമിക്രി നിർത്തി വെച്ചെന്ന് മൈക്ക് ഓടലെന്ന് പറഞ്ഞ് പോലീസുകാർ നമ്മളെ ഓട്ടിച്ചില്ലേ? എന്തോന്ന് നിന്റെ കൂടെ റബ്ബർ ഓട്ടാൻ വരാനാ? എടാ ഞാൻ സെലിബ്രിറ്റിയാണ്, അറിയാൻ എനിക്ക് സെലിബ്രിറ്റി വിളിച്ച് റബ്ബർ ഓട്ടാൻ വിളിക്കുന്ന മേലെ എന്നെ വിളിച്ചു വേടാ പോ. ആവശ്യമില്ല. അല്ല ചേട്ടോ, ലാസ്റ്റ് ബസ് പോയായിരുന്നോ? സഹോദര, എനിക്ക് പത്തനാപുരത്തായിരുന്നു പ്രാർത്ഥന. പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരുന്ന വേളയിലായിരുന്നു ആ കോപ്പിലെ മഴ. മഴ കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നതും വണ്ടി പോയി. ഇനി രാവിലെ 5:30 മണിക്കേ വണ്ടി ഉള്ളൂ. അയ്യോ, 5:30 മണിക്കേ വണ്ടി ഉള്ള? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവത്തെ സൃഷ്ടിച്ചു, മനുഷ്യനും ദൈവങ്ങളും കൂട്ടി മണ്ണ് പങ്കുവെച്ചു. നിനക്ക് എന്തെന്റെ കുഴപ്പമാണ്? ഒരാൾ കിടന്നുറങ്ങുമ്പോ അതിന്റെ വായിൽ വന്ന് ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്ന കണ്ടുകൊടുത്തില്ല. ഭഗവാനെ, കോടതിന്ന് പറത്തി ഒരു ജഡ്ജിനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടിട്ടേക്കുന്നു. ക്ഷമിക്കണം ജഡ്ജി. അയ്യോ, എനിക്ക് പുള്ളിയെ അറിയാം. ആ പുള്ളി മാറണമൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും വൈദ്യരെ കണ്ടാ മതി കുഞ്ഞെ. അയ്യോ, ഈ പുള്ളിയല്ല, ഈ പുള്ളി എനിക്ക് അറിയാന്ന്. ഈ പുള്ളിയെ ഞാൻ പരിപാടി അവതരിപ്പിച്ച സ്ഥലത്തുണ്ടായിരുന്നു. ഇവർക്ക് സെക്കൻഡ് നാടകമായിരുന്നു. അങ്ങനെ നമ്മളെ പോലീസ് എല്ലാവരും കൂടെ ഓട്ടിച്ച് ആദ്യം ഓടി ഈ പുള്ളിയാണ്. ഈ പുള്ളി നാടകക്കാരനാണ്. ഉറങ്ങുകയായിരിക്കും. അല്ല, ഞാൻ നിനക്ക് തോരൻ അരിയും അവിടെ. നിനക്ക് എന്താണ് കുഴപ്പം? ഞാൻ ഈ നാടകക്കാരി ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അതിന് സഹോദരന്റെ നാമധേയം തന്നെ? എന്റെ പേര് മംഗളാക്കുന്ന് കണ്ണൻ. നിങ്ങളപ്പോ ഓല തിന്നു? ഓല തിന്നോന്ന്? പിന്നെ ഓലയ്ക്ക് വേണ്ടി നമ്മളോടൊക്കെ പയ്യന്മാര് വെട്ടാൻ വേണ്ടി വരുമല്ലോ. എടാ വിടലേ, അത് മംഗളാക്കുന്ന് കണ്ണൻ ആന. ഞാൻ നാടകം മംഗളാക്കുന്ന് കണ്ണൻ. ഓല തിന്നോന്ന്? മര്യാദ വേണം സംസാരിക്കുന്നത് കേട്ടോ. പുള്ളിയെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പുള്ളിയുടെ നാടകം ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ഭയങ്കര കഥയത് കേട്ടാ, അടിപൊളി കഥയാണ്. ഈ പുള്ളി ഭയങ്കര ഒരു പണക്കാരന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കും. അവിടെ നിന്ന് പിണങ്ങി ഇയാള് ചെന്നൈയിലേക്ക് യാത്ര പോകും. അയ്യോ, അപ്പൊ ഇയാളെ തലയിൽ ഒരു കാക്ക കൊത്തും. എന്നിട്ട് ഇയാള് നേരെ പോയി കുറെ പൈസ ഉണ്ടാക്കിയിട്ട് ഈ വീട്ടിൽ വന്ന് ആ വേലക്കാരെ കല്യാണം കഴിക്കും. അപ്പൊ ഇവർ രണ്ടു കൂടെ നിന്ന് പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഭയങ്കര ഒരു രോഗം വരും, ബ്ലഡ് ക്യാൻസർ. അയ്യോ, അങ്ങനെ ആ ചേച്ചി അതിനെ എടുത്തോണ്ട് പോണതാണ് നാടകത്തിന്റെ കഥ. ഇപ്പൊ നാടകമൊക്കെ എങ്ങനെ പോണെന്നാ? നിന്റെ പോലുള്ള പുളവന്മാര് പുളവൻ കഥ പറഞ്ഞ് എന്നെ എന്റെ നാടകം മൊത്തം പോണത്. ഇങ്ങനെയാണ് നാടകത്തിലെ കഥ. എനിക്ക് എപ്പോഴാ പാത്രം കഴിക്കൊണ്ടിരുന്ന ബ്ലഡ് ക്യാൻസർ വന്നത്? എപ്പോഴാ? മര്യാദ എന്നൊരു സാധനം വേണ്ടത്. പരിപാടിയോടോ ഈ ബ്രദറിനോട് കാണിച്ചത്? ഇതൊരു നാടക നടനാണ്. നാടകം എന്ന് പറഞ്ഞാൽ എന്താണ്? നാടിനെ അറിയുന്നത് നാടകം. പച്ചയായ ജീവിതം മനുഷ്യനിലേക്ക് കാണിക്കുന്നത് നാടകം. പേരിൽ നിന്ന് കാണിക്കുന്ന നമ്മുടെ രംഗങ്ങളെല്ലാം പുറത്തു നിന്ന് പ്രേക്ഷകർ സ്വീകരിക്കാൻ കാണിക്കുന്ന കാഴ്ച നാടകം. അങ്ങനെയുള്ളൊരു കലാകാരനെ പരസ്യമായിട്ട് നിന്ന് കളിയാക്കുന്നുണ്ട്. ദൈവമേ, ബ്രദറിനോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഈ അഭിനയൊക്കെ നിർത്തി വെച്ചിട്ട് വല്ല കൂലിപ്പണിക്കും പൊയ്ക്കൂടെ? ഇതെങ്ങനെ വരുന്നത്? ഒരു വായി തന്നെ സുരേഷ് ഗോപി, ബാബു നമ്പൂരും കൂടെ എങ്ങനെ ഇതെല്ലാം കൂടെ ഒരുമിച്ച്? നീ ആദ്യം നാടകത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, പിന്നെ കൂലിപ്പണിക്ക് പോയി. പണ്ടത്തെ നാടകമായിരുന്നു നാടകം. അത് ഇപ്പോഴത്തെ നാടകം ബാലയാണ്. അയ്യോ അയ്യോ, അല്ല, പണ്ടത്തെ നാടകമാണ് പച്ചയായ ജീവിതം. ഇപ്പോഴത്തെ നാടകം എന്തോ പഴുത്തുപോയാ പച്ച. ഇപ്പൊ നാടകമല്ലേ? നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല നാടകം? അല്ല മാഷേ, ഞാൻ പണ്ടത്തെ നാടകം ലൈഫ് ഉണ്ടെന്ന് പറയായിരുന്നു. ഇപ്പോഴത്തെ നാടകത്തിൽ ലൈഫില്ലേ? ആരാ പറഞ്ഞ ലൈഫില്ല? ഇപ്പോഴത്തെ നാടകത്തിൽ ഇപ്പോഴത്തെ നാടകം ലൈഫ്. രണ്ടുപേരും കൂടി എന്തോ കാണിക്കുന്നേ? നേരത്തെ ഇയാൾ എന്തോ പറഞ്ഞേ? അവനെ നിർത്തിയിട്ട് വല്ല കൂലിപ്പണിക്കും പൊക്കൂടെന്ന്. ഇപ്പൊ മനസ്സിലായോ നമുക്ക് അഭിനയിക്കാൻ അറിയാന്ന്? നീ ഇങ്ങനെ അടിച്ചോണ്ട് നടന്നാ ഒരു സെക്കൻഡെങ്കിലും ഇങ്ങനെ അടിച്ചോണ്ട് നടന്നാ നീ. അതല്ല സംഭവം. എനിക്ക് താങ്കളെ മനസ്സിലായി, അദ്ദേഹത്തെ മനസ്സിലായില്ല. ഞാനല്ലേ കുളത്തിൽ പ്രസന്നൻ. നീ കുളത്തിൽ കിടന്ന് പ്രസംഗിച്ചോ കുമ്മള മാത്രമേ വരത്തുള്ളൂ. നീ കരയിലാണ് നിന്ന് പ്രസംഗിക്കാൻ നോക്ക്. അതല്ലെന്ന്, ഞാനാണ് മിമിക്രി ആർട്ടിസ്റ്റ് കുളത്തിൽ പ്രസന്നൻ. ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല സഹോദര. കണ്ടിട്ടില്ല? ഇപ്പൊ കാണിച്ചു തരാം, കൊള്ളാം. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. എന്റെ ഫിഗർ ഇപ്പൊ കണ്ടു നിങ്ങൾ മനസ്സിലാവും. ആരിത്? മനസ്സിലായില്ലേ? എന്നാ പിന്നെ ഒരു ക്ലൂ വരാം. കൊല്ലത്ത് ഓലയിലുണ്ട് കൊമ്പൻ ചെല്ലി. അതല്ലെന്ന്, ഇളക്കം. കമ്മിറ്റിക്കാർ തരുന്ന അന്നദാനം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അതൊക്കെ പരിപാടാനിയാ. അതല്ലെന്ന്. പിന്നെ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അതെന്തോ സിനിമയുടെ മഹാനടൻ ജയൻ
ഇത് ജയന്റെ ഫിഗർ ഇല്ലേ അണ്ണാ? എന്തോ ജയന്റെ ഫിഗർ ഉണ്ടാ? നിനക്ക് ജയന്റെ ഫിഗറില്ല, സിൽക്കിന്റെ വയറുണ്ട്.